നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളൈ, ഇന്ദിരാഗാന്ധിയുടെ കൊച്ചി കേന്ദ്രയിൽ നിന്ന്. ഇന്ന് നമ്മൾ പരാമർശിക്കുന്നത് BPSC 142-ൻ്റെ യൂണിറ്റ് 2 ആൻഡ് യൂണിറ്റ് 3. അപ്പോൾ ഇതിൽ ഇന്നലെ പറഞ്ഞ അതേ സബ്ജക്റ്റ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. യൂണിറ്റ് 2 ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഫോറിൻ പോളിസി വേണ്ട വിധത്തിൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫോറിൻ പോളിസി ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ടാണ് അതിനെ ഫോറിൻ പോളിസിക്ക് എന്തൊക്കെ വേണ്ടി വരുന്നു, ഇതൊക്കെയാണ് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് ഡീറ്റെയിൽ ആയിട്ട്. ഇതിൽ നമ്മളുടെ കാലഘട്ടത്തിൽ, അതായത് ഫോറിൻ പോളിസി എന്ന് പറയുമ്പോൾ വിദേശ നയം, നമ്മൾ ഇന്ത്യ രാജ്യം വേറെയുള്ള രാജ്യങ്ങളോട് എങ്ങനെയാണ് വിദേശ നയം, ഏത് നയതന്ത്രമാണ് ഈ ഫോറിൻ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടായിരുന്നു, എന്തൊക്കെയായിരുന്നു നമ്മളുടെ പോളിസികൾ. ഇന്റർനാഷണൽ റിലേഷൻസ് പറഞ്ഞാൽ ഗ്ലോബലായിട്ട് ഒരു ഇന്ത്യക്ക് അകത്തുള്ള റൂൾസ് മാത്രമല്ല പുറത്തുള്ള റൂൾസും എങ്ങനെയായിരിക്കും നമ്മൾ നമ്മളുടെ നെയ്ബേഴ്സിൻ്റെ അടുത്ത് പെരുമാറാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നമ്മൾ എങ്ങനെയായിരിക്കും ബാക്കി ഗ്ലോബലായിട്ടുള്ള അടുത്ത രാജ്യങ്ങൾ ആയിട്ട് നമ്മൾ സംവാദിക്കുന്നത്. ഇതാണ് നമ്മൾ ഈ ഫോറിൻ പോളിസിയിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അർത്ഥം. ഇതിനെ എന്തൊക്കെ നേച്ചറാണ്, എന്തൊക്കെ ടൈപ്പ് ആവശ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ കോൺസെപ്റ്റ്സിൻ്റെ വരുമ്പോഴത്തേക്കും എന്തൊക്കെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോഗ്രഫിക്കലി ഇന്ത്യയുടെ സ്ഥാനം, അതേമാതിരി ഇവിടുത്തെ ലീഡേഴ്സിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി, പിന്നെ ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്. ജോഗ്രഫിക്കലി ഇന്ത്യ ഒരു ലിങ്ക് മാതിരി നടുവിലുണ്ടായിരുന്നു. അപ്പോൾ ഏഷ്യൻ കൺട്രികളുടെയും യൂറോപ്യൻ കൺട്രികളുടെയും ഒരു ട്രേഡ് ബിസിനസിന്റെ ലൊക്കേഷൻ കൂടിയായിരുന്നു. കൂടാണ്ട് ഇന്ത്യ ഒരു പെനിൻസുലർ ആയതുകൊണ്ട് നമ്മളുടെ സമുദ്രങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ മൂന്ന് ഭാഗത്തുമുള്ള സമുദ്രങ്ങൾ വഴിയും നമുക്ക് പുറം രാജ്യമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ബ്രിട്ടീഷുകാരോ അല്ലെങ്കിൽ ഡച്ചുകാരോ പോർച്ചുഗീസുകാരോ വരുന്നത് ആ സമയത്ത് 18-ാം നൂറ്റാണ്ടിൽ അവർ വരുന്നത് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. ആ ബിസിനസ്, അപ്പോൾ കരമാർഗവും ഉണ്ട് നമുക്ക് കണക്ഷൻസ്, സമുദ്രമാർഗമുണ്ട് കണക്ഷൻസ്. അതിന്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ കൊണ്ടാണ്. ഈ ലൊക്കേഷൻ കാരണം സമുദ്രത്തിൽ കൂടെ ഷിപ്പുകളിൽ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള കാര്യങ്ങളും, അതുകൊണ്ട് തന്നെ ബിസിനസ് ഡെവലപ്പ് ആവാനും, ഇവിടുത്തെ സാധനങ്ങൾ അവരുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്ന സമയത്ത് അവർക്ക് ഉപയോഗപ്പെടുകയും, യൂറോപ്പിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുകയും ഇൻഡസ്ട്രിയലൈസേഷൻ വരികയും ചെയ്യുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് ഇന്ത്യയിൽ നിന്നും അതേമാതിരി ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുപോകാൻ വേണ്ടി ഈ ഷിപ്പ്, സ്റ്റീം എഞ്ചിൻ, സയൻസ് ആൻഡ് ടെക്നോളജിയും ആ സമയത്ത് തുടക്കമാണ്. അപ്പൊ സയൻസിന്റെ ഉപയോഗം കൊണ്ടും സ്റ്റീം എഞ്ചിന്റെ ഉപയോഗം കൊണ്ടും അതിനെ അവർ വോളിയം കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കടൽ മാർഗം ഉപയോഗിച്ചിരുന്നു. കരമാർഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ഖൈബർ ആൻഡ് ബോളാൻ പാസ്, ഹിമാലയത്തിന്റെ ചുരങ്കത്തിൽ കൂടെ വന്ന് ബിസിനസ് നടന്നു. അപ്പൊ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് ബിസിനസ്സിൽ കൂടെ പല രാജ്യങ്ങളുമായിട്ട് കോണ്ടാക്ട് വരികയും അതേമാതിരി തന്നെ ഗ്രാജുവൽ ആയിട്ട് വളരെ ലിഷർലി ആയിട്ട് അത് അവരുടെ നമ്മൾ ഒരു പുറം രാജ്യങ്ങൾക്ക് അടിമപ്പെട്ടു പോവുകയുമാണ് ചെയ്തത്. അപ്പൊ ജോഗ്രഫീന്റെ കാര്യം മനസ്സിലായി. ഇനി പേഴ്സണാലിറ്റി ഓഫ് ലീഡർഷിപ്പ് നോക്കുമ്പോൾ ഇവിടത്തെ ലീഡർഷിപ്പ്, ലീഡേഴ്സ്, നേതാക്കന്മാരുടെ അവരുടെ ഒരു പ്രാധാന്യം ഇതിൽ കാണുന്നുണ്ട്. കാരണം നമ്മൾ ഇന്ത്യ ഫ്രീ ആയ സമയത്തും ഇൻഡിപെൻഡൻസ് ആയ സമയത്ത് ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നത് നമ്മളുടെ ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ജവഹർലാൽ നെഹ്റുവിന്റെ ലീഡർഷിപ്പിലാണ് നമ്മൾ ഈ പോളിസികൾ ഉണ്ടാക്കുന്നതും എല്ലാ വിധത്തിലുള്ള ഇന്റർനാഷണൽ പോളിസികളും അല്ലെങ്കിൽ നയങ്ങൾ ഉണ്ടാക്കുന്നതും ദീർഘദർശനത്തിൽ കൂടെയാണ് ഈ നോൺ അലൈൻമെന്റ് പോരുന്നത്. ആ സമയ കാലഘട്ടങ്ങളിൽ ഞാൻ ഇന്നലെയും പറഞ്ഞു, വേൾഡ് വാറിന്റെ സമയമാണ്. വേൾഡ് വാറിന്റെ സമയം മാത്രമല്ല, അവര് ഒരു സൂപ്പർ പവേഴ്സ്, വെസ്റ്റില് സൂപ്പർ പവേഴ്സ് ഉണ്ട്, ഈസ്റ്റില് സൂപ്പർ പവർ ഉണ്ട്. ഈസ്റ്റിലെ സൂപ്പർ പവർ എന്ന് പറയുന്നത് USSR ആണ്, അല്ലെങ്കിൽ റഷ്യ ആണ്. വെസ്റ്റിൽ എന്ന് പറയുമ്പോഴത്തേക്കും അമേരിക്കയും അവരുടെ അലൈഡ് ഗ്രൂപ്പുകളും ഉണ്ട് യൂറോപ്പില്.
പ്ലസ്. അപ്പൊ അവിടത്തെ ഈ നമ്മൾ ആരോട് ജോയിൻ ചെയ്താലും നമുക്ക് പ്രശ്നം വരുന്നുള്ള വീക്ഷണമുള്ളത് കൊണ്ടാണ് നമ്മൾ നോൺ അലൈൻമെന്റ് പോളിസിനെ ഫോളോ ചെയ്യുകയും അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഇന്റർനാഷണൽ പോളിസീസ് നമ്മൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇനി ഈ ഡിറ്റർമെന്റ്സിൽ എത്രത്തോളം കാര്യമായിട്ട് നമ്മൾ ഫോറിൻ പോളിസി അല്ലെങ്കിൽ നമ്മളുടെ നയതന്ത്രപരമായ കാര്യങ്ങൾ ഉണ്ടാക്കിയെന്ന് നോക്കാം. ആദ്യമായിട്ട് പറയുമ്പോൾ നമ്മളുടെ ഇന്ത്യന്റെ അടുത്ത് തന്നെ കിടക്കുന്നുണ്ട് ചൈന. അപ്പൊ ചൈനയ്ക്കും ഇന്റർനാഷണൽ റിലേഷൻസ് ഉണ്ട്, ചൈനയായിട്ട് നമുക്ക് ഇന്റർനാഷണൽ റിലേഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ എക്കണോമിക് ഗ്രോത്ത്, ബിസിനസ് ഗ്രോത്ത്, അത് മാത്രമല്ല ചൈനയും ഇങ്ങനെ അവരുടെ സയൻസ് ആൻഡ് ടെക്നോളജിയും അറ്റോമിക് പവറൊക്കെ കൂട്ടി വരുമ്പോൾ അവരും ഒരു സൂപ്പർ പവറിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് വളരെ തൊട്ടടുത്ത്, ജോഗ്രഫിക്കലി വളരെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യമായതുകൊണ്ടും അവരും ഗ്രോത്തിൽ, ഈ എക്കണോമിക് ഗ്രോത്തും സയന്റിഫിക് ഗ്രോത്ത് വരുന്നതുകൊണ്ടും നമ്മളുടെ പോളിസികളും അതിനൊപ്പത്തിനൊപ്പം നിന്നില്ലെങ്കിൽ നമുക്കത് നാളെ പ്രശ്നമാകും. അതേമാതിരി തന്നെ ഈ അടുത്തുള്ള കൺട്രികളിൽ മാത്രമല്ല, നമ്മളുടെ ഇൻസൈഡ്, അതായത് നമ്മളുടെ നാട്ടിൽ ഏതൊക്കെ പ്രശ്നങ്ങൾ, ഇന്റേണൽ പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ, ഈ ഇന്റേണൽ പ്രോബ്ലത്തില് അല്ലെങ്കിൽ വീട്ടിന്റെ അകത്തുള്ള പ്രോബ്ലത്തിനെ മിസ്യൂസ് ചെയ്യുന്ന മാതിരി ആ പ്രോബ്ലത്തിനെ യൂസ് ചെയ്തുകൊണ്ട് പുറത്ത് രാജ്യങ്ങളിലുള്ളവരും നമ്മളെ ഉപദ്രവിക്കാൻ തുടങ്ങും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വീട്ടിനകത്തുള്ള പ്രോബ്ലം, അതായത് ഇന്റേണൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യണം, അതേസമയം പുറത്തു നിന്നുള്ള ശത്രുപക്ഷത്തെയും ഒതുക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോ പൊളിറ്റിക്സിൽ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് പവറാണ്. ഏത് റൈസിങ് പവർ, ഏതാണോ ലീഡിങ് പവർ, അവരുടെ കാര്യങ്ങൾ അവരെന്തൊക്കെ ചെയ്യുന്നു, അതിനൊപ്പം തന്നെ നമ്മൾക്ക് അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ കൂടി നമ്മൾ തടുക്കാൻ, സ്വയം രക്ഷ എന്നുള്ള ലെവല് നമ്മൾ തടുക്കാനുള്ള പ്രതിപത്തി നമുക്കുണ്ട്, നമ്മൾ അത് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഈ നോൺ അലൈൻമെന്റ് പോളിസിയിലേക്ക് വരുന്നത് തന്നെ. ഇനി ഈ ഇന്റേണലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് ഞാനിപ്പോ പറഞ്ഞു നിർത്തിയത്. ഇതിന്റെ കൂടെ തന്നെ ബൗണ്ടറീസ് ഉണ്ട്. ബൗണ്ടറിയിൽ വളരെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ, ഹിസ്റ്റോറിക്കൽ ട്രഡീഷൻസ് ഉണ്ട്, നമ്മളുടെ ഈ കൾച്ചറും ട്രഡീഷനും ഫോളോ ചെയ്യുന്ന കൺട്രികളും നമ്മളുടെ അടുത്തുണ്ട്. അതേമാതിരി കൾച്ചറുണ്ട്, അതേമാതിരി ഇക്കണോമിക് ഡെവലപ്മെന്റ്, സാമ്പത്തികമായിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ട്, നേതാവിന്റെ ക്വാളിറ്റി, ലീഡർഷിപ്പ് ക്വാളിറ്റി നോക്കും. അതേമാതിരി തന്നെ ഡൊമസ്റ്റിക് പ്രോബ്ലംസ്. ഇപ്പോ ഈ എക്സ്റ്റേണലി പുറത്തു നിന്ന് നോക്കുമ്പോൾ ഇന്റർനാഷണലി നെയ്ബർഹുഡിലുള്ളവരും മൾട്ടിലാറ്ററൽ ഡൈനാമിക്സിൽ കൊണ്ടുവരുന്ന ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് എല്ലാം കൂടെ ഒരു സമഗ്രമായിട്ട് എക്സ്റ്റേണൽ പ്രോബ്ലംസും ഇന്റേണൽ പ്രോബ്ലംസും ക്ലിയർ ആയിട്ടും പ്രശ്നമില്ലാണ്ട തരത്തിൽ സമഗ്രമായിട്ട് ഒരു സൊല്യൂഷൻ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു അന്നത്തെ ആ ഇന്റേണൽ പോളിസികൾ ഉണ്ടാക്കുന്ന സമയത്തുള്ള പ്രയോറിറ്റി എന്ന് വെച്ചാൽ ഏതിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത്. ഓക്കെ. ഇനി ബന്ദോപാധ്യായ റിസർച്ചർ. ഇവിടെ എന്താ പറയുന്നത് വെച്ചാല് ഈ ബന്ദോപാധ്യായ ഒരു റിസർച്ചറാണ്. റിസർച്ചർ ഫോറിൻ പോളിസിനെ പറ്റി റിസർച്ച് ചെയ്ത് വളരെ കാര്യമായിട്ടുള്ള ഓരോ മാറ്റേഴ്സും ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് പഠിക്കുന്നവരാണ് നമ്മൾ റിസർച്ചർ എന്ന് പറയാം. ആ റിസർച്ച് ചെയ്തിട്ട് ഏതൊക്കെ കാര്യങ്ങൾ ഇന്ത്യയുടെ നയതന്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടത്. ഈ നേരത്തെ പറഞ്ഞ മാതിരി എക്കണോമിക് ഡെവലപ്മെന്റ്, പൊളിറ്റിക്കൽ സ്ട്രക്ചറോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇഷ്യൂ മാത്രം പോരാ. നമ്മളുടെ മിലിറ്ററി പവർ, അതായത് ആയുധം അല്ലെങ്കിൽ നമ്മുടെ സേനകളുടെ സ്ട്രെങ്ത് എന്തായിരിക്കണം, നമ്മളുടെ നാഷണൽ ക്യാരക്ടർ എന്തായിരിക്കണം, ഇതിനും ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് ഇങ്ങേരെ അഭിപ്രായപ്പെട്ടു. ഇത് കൂടാണ്ട് അങ്ങേര് പല വിധത്തിലുള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതേമാതിരി അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുക അല്ലെങ്കിൽ അത് ഡീപ്പായിട്ട് പഠിക്കുകയും പാർട്ടി സിസ്റ്റത്തിനെ പറ്റി പഠിക്കുന്നു, പബ്ലിക് ഒപ്പീനിയൻ, ജനങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കണം എന്നുള്ളതും അന്വേഷിക്കുന്നു. ഡീപ്പായിട്ടും വളരെ ജ്ഞാനമായിട്ടും ചെയ്യുന്നവർക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ
ചെറിയ കാര്യങ്ങൾ കൂടെ വിടാണ്ട് അതിനെ അനലൈസ് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് പ്രഷർ ഗ്രൂപ്പിനെ പറ്റി അന്വേഷിക്കുന്നു, ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അഫയേഴ്സിനെ പറ്റി അന്വേഷിക്കുന്നു, ഇൻഡിവിജ്വൽസ് ഓരോന്നിലും ഈ ഫോറിൻ പോളിസീനെ ഷേപ്പാക്കി എടുക്കാൻ താല്പര്യപ്പെടുന്നവരും അതേമാതിരി അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നവരുടെ പോളിസികൾ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്നോട്ട് വിശദമായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മളുടെ ഫോറിൻ പോളിസി ഉണ്ടാക്കിയത്. ഇപ്പൊ ഇതില് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ വെച്ച് നോക്കുമ്പോൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞു, ജോഗ്രഫി പറഞ്ഞു, സാമ്പത്തികം പറഞ്ഞു, ഹിസ്റ്റോറിക്കൽ ചരിത്രപരമായിട്ട് പറഞ്ഞു, കൾച്ചർ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ വ്യവസ്ഥകൾ പറഞ്ഞു, ലീഡറിന്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി പറഞ്ഞു, പുറത്തു നിന്നുള്ള എക്സ്റ്റേണൽ ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കൺട്രിയാണ്, 7th ലാർജസ്റ്റ് മാസ് എന്നാണ് ഇന്ത്യ പറയുക. അപ്പൊ ഏറ്റവും സദേൺ മോസ്റ്റില് ഏഷ്യയില് വലിയ ഒരു രാജ്യം, വലിയ ജോഗ്രഫിക്കലി വലിയൊരു രാജ്യമാണ്. അത് മാത്രമല്ല ഇതിന്റെ പൊസിഷൻ, ലൊക്കേഷൻ എവിടെ വരുന്നു, അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ മാതിരി കോസ്റ്റൽ ലൈൻസ്, ഈ കോസ്റ്റൽ ലൈൻസ് ഈസ്റ്റിലും വെസ്റ്റിലും ഒക്കെ സൗത്തിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിനെ സറൗണ്ടഡ് ബൈ പൊസിഷനാണ് പെനിൻസുലാർ ഇന്ത്യയാണ്. അപ്പോൾ 3 സൈഡും സമുദ്രത്താൽ ചുറ്റപ്പെട്ടതും മേലെ ഹിമാലയൻ മൗണ്ടൻസ് ആയിട്ട് ചുറ്റപ്പെട്ട ഒരു ഏഷ്യയെ സംബന്ധിച്ചിടത്തോളം, ഈസ്റ്റ് ഏഷ്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ലൊക്കേഷൻ, ഇന്ത്യയുടെ ലൊക്കേഷൻ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അത് കൂടാണ്ട് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചത് നമ്മൾക്ക് അടുത്ത് കിടക്കുന്ന 2 കൺട്രികൾ, അത് ചൈന, പാകിസ്ഥാൻ. ഇവർ തമ്മിലുള്ള ഒരു യുദ്ധം, അതായത് പെട്ടെന്നുള്ള യുദ്ധങ്ങള്, ചെറിയ കാര്യങ്ങൾക്ക് യുദ്ധങ്ങളാക്കി മാറ്റിയിട്ടൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ വളരെ കാര്യമായിട്ട് നോക്കണം. ഇനി ഇക്കണോമിക് ഫാക്ടേഴ്സിനെ നോക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ധാതുക്കളാണ് നമ്മളുടെ കൺട്രിയിലുള്ളത്, മിനറൽസ് എന്തുണ്ട്, ഫോസിൽസ് എന്തുണ്ട്, എത്രത്തോളം കൃഷിഭൂമിയുണ്ട്, എത്രത്തോളം വെള്ളമുണ്ട്, എത്രത്തോളം മനുഷ്യ സമ്പത്തുണ്ട്, ഇതൊക്കെ നോക്കി വരുമ്പോഴത്തേക്ക് അതിന്റെ അനുസരിച്ചിട്ടാണ് ഒരു ഗ്രോത്ത്, ഒരു എക്കോണമി, ഒരു കൺട്രിയുടെ എക്കോണമി വലുതുന്നത്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളുടെ ധാതു സമ്പത്ത് എന്ന് പറയാം, മനുഷ്യ സമ്പത്ത് എന്ന് പറയാം, എല്ലാത്തിനും. അപ്പൊ ഈ റിസോഴ്സിനെ അല്ലെങ്കിൽ സമ്പത്തിനെ നമ്മൾ എത്രത്തോളം ഉപയോഗപ്പെടുത്തി, ഗ്ലോബലൈസേഷൻ വഴിയും എക്കണോമിക് ഇതിനും നമ്മൾ എത്രത്തോളം ഉപയോഗപ്പെടുത്തി. അപ്പൊ അതിന് നാച്ചുറലായിട്ട് അതുകൊണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഒരു മിക്സഡ് എക്കോണമി എന്നുള്ള ലെവലിലാണ് പോയിരിക്കുന്നത്. പ്രൈവറ്റ് ബിസിനസ്സും അതേസമയം ഗവൺമെന്റ് ബിസിനസ്, കൃഷി എല്ലാ ലൈസൻസോടുകൂടിയാണ് പെർമിറ്റ് ചെയ്ത് പോയിക്കുന്നത്. കൂടാണ്ട് ഈ കൺട്രിക്ക് ഇന്റർനാഷണൽ ലെവലിലും ഒരു സ്ഥാനം കിട്ടാനുള്ള അല്ലെങ്കിൽ നമ്മളുടെ ആധിപത്യം നമ്മൾ സ്ഥാപിച്ചിരുന്നു. ഇനി ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് ആവുമ്പോൾ നമ്മളുടെ കാലഘട്ടത്തിൽ 1700 ഒരു എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ഒരു GDP നോക്കുകയാണെങ്കിൽ 24.4%, 24.4% GDP ഉണ്ടായിരുന്ന കൺട്രി, അത് ഈ ഗ്ലോബലായിട്ട് നമ്മളുടെ ഒരു കൊളോണിയൽ സിസ്റ്റം വരുന്നുണ്ട്. അതായത് ബ്രിട്ടീഷുകാരുടെയും ബാക്കിയുള്ളവരുടെ കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ വരുന്ന സമയത്തിൽ നമ്മൾ എപ്പോഴാണോ അവരുടെ അടിമയായിട്ടിരുന്നത് അപ്പോൾ അത് റെഡ്യൂസ് ചെയ്തത് 4.2% പോയി, താഴെ പോയി. അത് 1950. അപ്പൊ ഹിസ്റ്ററി വഴിയും നമ്മൾ ഇതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിനുശേഷം നമ്മൾ എത്രത്തോളം മുന്നിലേക്ക് പോകാം എന്നുള്ളതാണ് നമ്മളുടെ പോളിസി നോക്കേണ്ടത്. ഇനി കൾച്ചറൽ ഫാക്ടേഴ്സിൽ നോക്കുമ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട, വളരെ എക്സലന്റ് ആയിട്ടുള്ള രാജാക്കന്മാരുണ്ടായിരുന്നു. അശോകൻ ദ ഗ്രേറ്റ്, അശോകന്റെ കാലഘട്ടത്തിൽ. അപ്പോ ഫോറിൻ കൺട്രികളിൽ അല്ലെങ്കിൽ പുറം ദേശങ്ങൾക്ക് കൾച്ചറൽ ഡിപ്ലോമസി മാത്രമല്ല, എല്ലാം നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുന്നു. വസുദേവ കുടുംബം എന്നുള്ളത് നമ്മൾ എല്ലാവരും നന്നായിട്ട് ജീവിക്കണം, എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കണം, എല്ലാവർക്കും സമാധാനം കിട്ടണം, ആ പോളിസിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വേൾഡ് വൈഡ് നമ്മളുടെ ഗ്ലോബലൈസേഷനും നമ്മളുടെ പരസ്പര ധാരണയും നമ്മളുടെ അഭിപ്രായങ്ങളും നമ്മളുടെ ചിന്തകളും
കൾച്ചറിൽ അത് നോക്കുന്നു. പിന്നെ ഗാന്ധിയുടെ കാലഘട്ടത്തിൽ നമ്മൾ വളരെ അത് മൂവ്മെന്റ്, നാഷണൽ മൂവ്മെന്റ് സമയമാണ്. അഹിംസ, സത്യാഗ്രഹം, സ്വദേശി, ഇതിനെയൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത ആ പോളിസി ഫോളോ ചെയ്ത് ഇന്ത്യയാണ് ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഒരു ബ്രിട്ടീഷ് രാജ്യത്തിനോട്, മൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു സാമ്രാജ്യത്തിനോട് ഇങ്ങനത്തെ ആയുധമെടുക്കാണ്ട് നമ്മൾ സ്വാതന്ത്ര്യം നേടിയ ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ അതിൽ നമ്മൾ കൾച്ചറിൽ എത്രത്തോളം നമ്മളുടെ സ്വാധീനം ഉണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തതായിട്ട് വരുന്നത് ഇവിടെയുള്ള ലാർജസ്റ്റ് പോപ്പുലേഷൻ മുസ്ലിം, സെക്കൻഡ് ലാർജസ്റ്റ് പോപ്പുലേഷൻ ആണ് വേൾഡില്. കൂടുതൽ മുസ്ലിംസ് ഉള്ള സെക്കൻഡ് ലാർജസ്റ്റ് പോപ്പുലേഷൻ ഇന്ത്യയാണ്. അപ്പൊ അവിടെയും നമ്മളുടെ റിലേഷൻഷിപ്പ്, പരസ്പര റിലേഷൻഷിപ്പും അറബ് കൺട്രീസായിട്ടുള്ള റിലേഷൻഷിപ്പും മുസ്ലിം കൺട്രീനെ സഹിക്കാനും അല്ലെങ്കിൽ മുസ്ലിം പോപ്പുലേഷനെ ഇവിടെ ജീവിക്കാനും, നമ്മളുടെ സെക്കുലറിസം ഉണ്ടല്ലോ, ഗവൺമെന്റിന്റെ സെക്കുലർ ഹാബിറ്റ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ഒരു ഫെനറ്റിസം ഫോളോ ചെയ്യാണ്ട് മുസ്ലിംസിനെയും അക്കോമഡേറ്റ് ചെയ്യുന്നു, എല്ലാ മതക്കാരെയും അക്കോമഡേറ്റ് ചെയ്തു പോകുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ. അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് മുസ്ലിം വേൾഡിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതേമാതിരി തന്നെ തമിഴ് സ്പീക്കിംഗ് ആൾക്കാർ സൗത്ത് ഇന്ത്യയില് ശ്രീലങ്കൻ നെയ്ബർഹുഡിലും പോയിട്ടുള്ള നമ്മളുടെ തമിഴ് ആൾക്കാര്, തമിഴ് വംശക്കാര്, അതേമാതിരി ബംഗാൾ ഭാഗത്തുള്ള ബംഗാളി വംശക്കാര്, ഇവരൊക്കെ ഇവിടെ നിന്ന് സിമിലർ ഒരേ വിധത്തിലുള്ള കൾച്ചർ ഫോളോ ചെയ്യുന്നവരാണ്. ഇന്ത്യയുടെ കൾച്ചർ തന്നെ ഫോളോ ചെയ്യുന്നവരാണ്. ബംഗ്ലാദേശ് ലേറ്റർ ഓൺ ഡെവലപ്പ് ആയ ഒരു കൺട്രിയാണ്, അതേമാതിരി പാകിസ്ഥാനും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരേ മാതിരി പോയിക്കൊണ്ടിരിക്കുന്നവരും പക്ഷെ മതവിശ്വാസം വ്യത്യാസമുള്ളവരും ഭാഷ വ്യത്യാസമുള്ളവരും ആഹാരക്രമങ്ങൾ വ്യത്യാസമുള്ളവരായിരുന്നാൽ കൂടിയും എല്ലാവർക്കും ഏകദേശം ഔട്ട്ലൈൻ ഒരേമാതിരിയായിരുന്നു. ഇനി പേഴ്സണൽ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പിന് നോക്കുകയാണെങ്കിൽ ഏറ്റവും നമ്മൾ നോക്കിയിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ ബ്രിട്ടനിൽ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ പ്രൈം മിനിസ്റ്റർ വിൻസ്റ്റൺ ചർച്ചിലിന്റെ പവർഫുൾ ലീഡർഷിപ്പാണ്. അതേസമയം ഇവിടെ VP സിംഗിന്റെ പ്രൈം മിനിസ്റ്റർഷിപ്പിന്റെ ടൈമിൽ കുറച്ചൊരു ടെററിസം തുടങ്ങിയിരുന്നു. അതിന്റെ കാശ്മീരിലുള്ള ടെററിസ്റ്റ്, അതുകൊണ്ട് അതിൽ നമുക്ക് ചില സമയത്ത് നമുക്ക് അവര് പറയുന്നത് ചെയ്യേണ്ടി വരുമ്പോൾ അത് നമ്മളുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റീനെ ഒരു നെഗറ്റീവായിട്ട് ബാധിക്കും. അതേമാതിരി തന്നെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയുടെ സമയത്തും നമ്മൾ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു യുദ്ധം വരികയും അത് യുദ്ധത്തിനൊരു പ്രാരംഭം കൊടുക്കുകയൊക്കെ വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ദിരാഗാന്ധി സോവിയറ്റ് യൂണിയനായിട്ട് ഒരു വളരെ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു. അപ്പൊ നമ്മളുടെ ലീഡർ അല്ലെങ്കിൽ നമ്മളുടെ ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ ഇൻഫ്ലുവൻസും ഈ കാലഘട്ടത്തിൽ നമ്മൾ പരാമർശിക്കപ്പെടുന്നു. ഇനി ഐഡിയോളജിക്കൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഐഡിയോളജിക്കൽ നോക്കുമ്പോൾ ഐഡിയ പ്രകാരം നമ്മളുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ലീഡേഴ്സിന്റെ ഐഡിയാസ് മാത്രമല്ല, നമ്മൾ ആ കാലഘട്ടത്തിൽ കോൾഡ് വാർ, അതായത് കോൾഡ് വാർ സമയമാണ്. സോവിയറ്റ് യൂണിയനും അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളും ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ് നെഹ്റു നടത്തിയിരുന്നത്. അപ്പോൾ ആ പേഴ്സണൽ നമ്മളുടെ കാരണം എന്താന്ന് വെച്ചാൽ, നമ്മളുടെ ചരിത്രപരമായിട്ട് വാർ ടൈമില് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ടൈമിലും റഷ്യ നമുക്കൊരു സപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിൽ ഉള്ള കാലത്തോളം കാലം അത്രയും കട്ടായിട്ടുള്ള ഒരു അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല റഷ്യയായിട്ട് നമ്മൾ എപ്പോഴും വളരെ സൗമ്യമായിട്ട് പോകുന്ന ആൾക്കാരാണ്. അത് കൂടാണ്ട് സോഷ്യലിസ്റ്റ് ഐഡിയാസ് നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റിയും സൈൻ ചെയ്ത് അവരുടെ ഒപ്പത്തിനൊപ്പം നിന്ന് കമ്മിറ്റ്മെന്റ് കൊടുത്തോണ്ട് ആ കമ്മിറ്റ്മെന്റിൽ കൂടെ നോൺ അലൈൻമെന്റ് കൊണ്ടുവരികയും ചെയ്തു. ഇനി ഇന്റർനാഷണൽ സിനാരിയോ, അതായത് ആ സമയത്തുള്ള ഇന്റർനാഷണൽ പ്രോബ്ലംസ് എന്താണെന്ന് നോക്കാം. അങ്ങനെ വരുമ്പോൾ ഈ ഡൊമസ്റ്റിക് മാത്രമല്ലല്ലോ, ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് മാത്രം പോയാൽ പോരല്ലോ, അകത്തുള്ളതും പുറത്തുള്ളതും. ഇന്റർനാഷണലി ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെ പ്രോആക്റ്റീവ് ആയിട്ടുള്ള ഫോറിൻ പോളിസി, ഇന്റർനാഷണലിൽ എന്ത് വരുന്നു. അതേമാതിരി തന്നെ സൂപ്പർ പവേഴ്സിന് ഞാൻ നേരത്തെയും പറഞ്ഞു, എക്കോണമി പറഞ്ഞു, മിലിറ്ററി പറഞ്ഞു, നമ്മളുടെ
പ്രതിരോധന ശേഷിയും നമുക്ക് നോക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ USSR, ചൈന, ഫ്രാൻസ്, USA ഒക്കെ നമ്മൾക്ക് ഒരു 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 ഫോറിൻ പോളിസി ഇന്റർനാഷണലി നമ്മൾ ഒരു സൗമ്യമായിട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇനി മൈനറായിട്ട് വരുന്ന കാര്യങ്ങൾ എന്താ നോക്കാം. മൈനറായിട്ട് വരുമ്പോഴത്തേക്കും ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടത്തെ പോളിസികൾ, ഇന്ത്യൻ പോളിസികൾ, അല്ലെങ്കിൽ ഇന്ത്യ എങ്ങനെ പ്രതികരിക്കുന്നു ചെറിയ ചെറിയ ഫാക്ടേഴ്സിൽ, ഈ ഫാക്ടേഴ്സ് അറ്റൈൻമെന്റ് ചെയ്തു വരുമ്പോൾ ഗവൺമെന്റ് എന്ത് വിധത്തിലാണ് പബ്ലിക്കിന്റെ സെന്റിമെന്റ്സിനെ നോക്കുന്നത്. പബ്ലിക്കിന്റെ സെന്റിമെന്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടത്തെ ജനതയുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ജനതയുടെ ആവശ്യങ്ങൾ എത്രത്തോളം നമ്മൾ കറക്റ്റായിട്ട് നോക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കി വരുമ്പോൾ ഈ നേച്ചറിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, ചെറുതായിരിക്കാം, കുറച്ച് വലുതായിരിക്കാം, പക്ഷെ ഇന്ത്യൻ ഗവൺമെന്റ് ഇതിനെ എത്രത്തോളം പ്രാധാന്യം കൊടുത്ത് ഏത് വിധത്തിൽ ഇത് സൊല്യൂഷൻ കൊണ്ടുവരുന്നു, അതിനുശേഷം അവർ എത്രത്തോളം ഇവർക്ക് വേണ്ടി പുരോഗതിക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും പോളിസിയായിട്ട്. എല്ലാവിധ പോളിസികളും ഗവൺമെന്റിന്റെ ആക്ഷൻസും ആക്ടിവിറ്റീസും അവിടുത്തെ ജനതയുടെ ഒപ്പീനിയനും അവിടുത്തെ ഡെമോക്രാറ്റിക് കൺട്രി, അതായത് ജനാധിപത്യ കൺട്രിയാണ്. അപ്പോൾ നമുക്ക് ജനാധിപത്യത്തിൽ എത്രത്തോളം നമ്മൾ വിശ്വസിക്കുന്നോ അത് ആക്ഷനിൽ കൂടെ കൊണ്ടുവരണം. അപ്പോൾ മാത്രമേ ജനങ്ങൾക്ക് നിങ്ങളിൽ കൂടുതൽ വിശ്വാസം ഉണ്ടാവുള്ളൂ. ആ വിശ്വാസം വന്നാൽ മാത്രമേ ഗവൺമെന്റ് സക്സസ്ഫുൾ ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഡെമോക്രാറ്റിക് ഫീലിങ്സോടുകൂടി അവരുടെ ഫീലിങ്സിനെ, ആൾക്കാരുടെ സെന്റിമെന്റ്സിനെ നമ്മൾ ഉപദ്രവിക്കാണ്ട് അല്ലെങ്കിൽ ഹേർട്ട് ചെയ്യാണ്ട് എത്രത്തോളം നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ആ മൈനർ എന്നുള്ള ലെവലിൽ നമ്മൾ നോക്കുന്നത്. മേജറായിട്ട് നമ്മൾ പറഞ്ഞു ജോഗ്രഫിന്റെയും ബാക്കിയുള്ള കാര്യങ്ങളും ബിസിനസ് ഒക്കെ. പക്ഷെ ഈ മൈനർ ഡിസ്റ്റർബൻസ് ആയാൽ കൂടിയും ചെറുതായാൽ കൂടിയും അതിനെ നമ്മൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ ജനതയുടെ മനസ്സിൽ ആ ഗവൺമെന്റിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം ഉണ്ടാവുള്ളൂ. ആ അഭിപ്രായം ഉണ്ടെങ്കിൽ മാത്രമേ ഡെമോക്രസി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേമാതിരി സെക്കുലറിസം നമുക്ക് നടത്തിക്കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ സെക്കുലർ ഗവൺമെന്റ് ആണ് ഇന്ത്യൻ ഗവൺമെന്റ്, ഡെമോക്രാറ്റിക് സെക്കുലർ ഗവൺമെന്റ് ആണ്. അപ്പൊ മതപരമായിട്ടും നമ്മൾ വളരെ സെന്റിമെന്റൽ ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ കെയർഫുൾ ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ അത് നാട്ടിന്റെ ഭരണഘടനയെ ഡിസ്റ്റർബ് ചെയ്യുന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഇതിലെല്ലാം കൂടെ കൂട്ടി നമ്മൾ കോംപ്ലക്സിറ്റി ആണ്. ഇതെല്ലാം കൂടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ പോളിസിയിൽ വരുന്നത് എത്രത്തോളം മിക്സപ്പ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ്. എല്ലാവിധ നമ്മളുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം ഒക്കേഷനായിട്ട് പല കാലഘട്ടങ്ങളിൽ കൂടിയാണെങ്കിൽ കൂടിയും എത്രത്തോളം അവര് പ്രാധാന്യം കൊടുത്ത് ഫോറിൻ പോളിസിക്കും അതേമാതിരി ഇന്റേണൽ പോളിസിക്കും കൊടുത്തിട്ട് നോൺ അലൈൻമെന്റ് പോളിസി എടുത്തിട്ടെങ്കിൽ കൂടെയും നമ്മൾ ആ കാലഘട്ടത്തിൽ ആ സമയത്ത് ഇവിടെ ലോകം മുഴുവനും ഒരു കോൾഡ് വാറിന്റെ സിസ്റ്റത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഒരാളെയും നോവിക്കാണ്ട് അല്ലെങ്കിൽ പരസ്പരം വിദ്വേഷം ഇല്ലാത്ത വിധത്തിൽ ഗവൺമെന്റ് കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മൾ ശ്രമിച്ചത്. നോൺ അലൈൻമെന്റ് വഴി നമ്മൾ ശ്രമിച്ചത്. ഗവൺമെന്റ് പുതിയതായിട്ട് ഉണ്ടായ ഒരു രാജ്യമാണ് ഇന്ത്യ. അതേസമയം അതേ കാലഘട്ടത്തിൽ അതേ ലെവലിൽ കൊളോണിയലിൽ നിന്ന് ഫ്രീഡം മേടിച്ച മറ്റ് ചില കൺട്രികൾ കൂടെ ഉണ്ട്, ഈജിപ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്കും ഇതേ സമീപനം അല്ലെങ്കിൽ ഈ ഗവൺമെന്റിന്റെ നയതന്ത്രപരത്തിൽ നോൺ അലൈൻമെന്റ് അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്യിക്കാനും അവർക്കും ഇതേ ആറ്റിറ്റ്യൂഡ് കൊണ്ടിരിക്കാനും ഇന്ത്യ ശ്രമിച്ചിരുന്നു. അപ്പോൾ നമ്മളുടെ ലീഡർഷിപ്പിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ ബെനിഫിറ്റ് ആണ് അത് അവിടെ കാണുന്നത്. അപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ള ഡെവലപ്പ് ചെയ്ത ഫ്രീഡം കിട്ടിയ രാജ്യങ്ങളൊക്കെ ഇതേ പോളിസിയിലാണ്, നോൺ അലൈൻമെന്റിലാണ് ഫോളോ ചെയ്ത് അവരുടെ വിദേശ നയത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ കോൾഡ് വാർ, വലിയ വാർ അല്ലെങ്കിൽ കൂടെയും
അന്തരത്തിൽ ഉള്ള പ്രശ്നങ്ങളാണ് നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. ഇനി അടുത്തതായിട്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും പോളിസികൾ വർക്കിംഗ് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ കെട്ടി വരുമ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് നമുക്ക് വന്നിരുന്നത് കാശ്മീർ ഇഷ്യൂ ആണ്. ഈ കാശ്മീർ ഇഷ്യൂ ഞാൻ ഇതിനു മുമ്പ് ക്ലാസ്സിലും പറഞ്ഞു എന്തുകൊണ്ടാണ് കാശ്മീർ ഇഷ്യൂ വന്നത്. കാശ്മീർ ഇഷ്യൂ വരാനുള്ള കാരണം ആ സമയത്ത് ഫ്രീഡം കിട്ടി ഇന്ത്യ രണ്ടായിട്ട് വിഭജിക്കുന്ന സമയത്ത് അവിടുത്തെ രാജാക്കാരന്മാര് ഇന്ത്യയിൽ തന്നെ നിൽക്കാൻ അവരുടെ അഭിപ്രായം പറയുകയും അതിനെ ചൊല്ലി ആ വിഭജനം അങ്ങനെയാണ് നടന്നത്. അപ്പോൾ അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞിട്ട് ടൂറിസത്തിന്റെ പേരിലാണ് കാശ്മീർ അറിയപ്പെട്ടിരുന്നത്. ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള ടൂറിസം ഉണ്ടത്. അപ്പോൾ ആ ടൂറിസത്തിന്റെ ബെനിഫിറ്റ് പാകിസ്ഥാന് കിട്ടാൻ വേണ്ടിയിട്ടും അവർക്ക് ഇന്ത്യയുടെ ഒരു ആധിപത്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടും അവര് കാശ്മീർ ഇഷ്യൂ എടുത്തിട്ടും മുസ്ലിം ഡോമിനേഷൻ ഉണ്ടെങ്കിൽ കൂടെയും അവിടെ ബ്രാഹ്മൺ അല്ലെങ്കിൽ ഹിന്ദു ഡോമിനേഷനും ഈക്വൽ ആയിട്ട് പോകുന്ന കാര്യമാണ്. അപ്പൊ ഈ കാര്യത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ഈ കാശ്മീർ ഇഷ്യൂനെ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. ആ പോളിസീനെ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ചെയ്ത് പ്രസ്യൂം അല്ലെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് ഇതിനെ യുഎൻഒന്റെ കൗൺസിലിന്റെ സെക്യൂരിറ്റി കൗൺസിലിലേക്ക് അവർക്ക് അറിയിക്കപ്പെടുകയും അവരത് വേണ്ട വിധത്തിൽ റെസിസ്റ്റ് ചെയ്യാനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളുടെ ഭാഗത്ത് നിന്ന് തെറ്റില്ല, നമ്മളുടെ സൈഡിൽ നിന്ന് തെറ്റില്ല. ആ കാലഘട്ടത്തിൽ ഭരണഘടനയിൽ വിഭജന സമയത്ത് നടന്ന ഡിസിഷനാണ്. അതുകൊണ്ട് നാച്ചുറലി ഇത് ഇന്ത്യയുടെ ഭാഗമാണ്, അല്ലാണ്ട് പാകിസ്ഥാന്റെ ഭാഗമല്ല. അല്ലെങ്കിൽ പാകിസ്ഥാൻ ആ ഒരൊറ്റ കാര്യം വെച്ചുകൊണ്ടാണ് എപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവര് ക്രോസ് ചെയ്ത് കയറും, ബോർഡർ ക്രോസ് ചെയ്ത് ലാൻഡ് കൂടെ ബോർഡർ ക്രോസ് ചെയ്ത് കയറും. ആ ചെറിയ ഡിസ്റ്റർബൻസ് മതി ഇന്ത്യയുടെ ഇന്റേണൽ പ്രോബ്ലംസത്തിൽ വരാൻ. നമ്മൾ നോൺ അലൈൻമെന്റ് പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെയും ഇന്റേണൽ പ്രോബ്ലംസത്തിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തെയും അവരുടെ അകത്തുള്ള പ്രോബ്ലംസിലേക്ക് അല്ലെങ്കിൽ അവർക്ക് ഇഷ്യൂസ് ഉണ്ടാക്കരുത് എന്നുള്ളതാണ് നോൺ അലൈൻമെന്റിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതിനെ മറികടന്നിട്ടാണ് ഈ പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ബോർഡേഴ്സിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യേണ്ടി വരും. നമ്മള് പീസ്ഫുൾ ആയിട്ട് കോ എക്സിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നതിൽ കൂടെയും പക്ഷെ ഈ പ്രശ്നം അവരുടെ ഇഷ്യൂ അല്ലെങ്കിൽ അവരുടെ ഡിസ്റ്റർബൻസ് കൊണ്ട് നമ്മൾ റിയാക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്ന് തീരുകയാണ്. അപ്പൊ അത് നമുക്ക് എത്രത്തോളം യുഎൻഒന്റെ കൗൺസിലിൽ നമ്മൾ അത് ഇഷ്യൂ ചെയ്യുമ്പോൾ, കാരണം ഗ്ലോബലി വാറിന് ഒരു തേർഡ് വേൾഡ് വാർ ഡെവലപ്പ് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് യുഎൻഒ ട്രൈ ചെയ്യുന്നത്. ലീഗ് ഓഫ് നേഷൻസിന്റെ ഫെയിലിയർ കൊണ്ടാണ് യുണൈറ്റഡ് നേഷൻസ് കൊണ്ടുവന്നത്. അപ്പോ യുണൈറ്റഡ് നേഷൻസിന്റെ ഓർഗനൈസേഷൻ കൊണ്ടുവരികയും അതിനുശേഷം നമ്മൾ ഇപ്പോൾ യുഎൻഒന്റെ മെയിൻ എഫേർട്ട് ഇനി ഏത് കാരണവശാലും ഒരു തേർഡ് വേൾഡ് വാർ ഉണ്ടാകാൻ പാടില്ല. തേർഡ് വേൾഡ് വാർ ഉണ്ടായാൽ വളരെ നാശനഷ്ടങ്ങൾ എല്ലാവർക്കും അനുഭവിക്കേണ്ടി വരും. അതിനെ തടയുക, അതിനെ എത്രത്തോളം തടഞ്ഞു നിർത്താൻ പറ്റും, അതുകൊണ്ടാണ് അവരും ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടുകയും കാര്യങ്ങളിൽ വേണ്ട വിധത്തിൽ സഹായ സഹകരണങ്ങളായാലും ശരി അഡ്വൈസ് ആയാലും ശരി യുഎൻഒന്റെ കൗൺസിൽ സെക്യൂരിറ്റി കൗൺസിൽ വളരെ പ്രാധാന്യത്തോടെയാണ് ഈ ഇഷ്യൂസിനെ കാണുന്നത്. അപ്പോൾ അത് നമുക്കത് പറയാനും പറ്റി, അതിനെപ്പറ്റി എടുത്ത് പരാമർശിച്ചിട്ട് ചെയ്യിക്കാനും പറ്റി. ഇനി ഇതില് ഈ കാലഘട്ടത്തിൽ കൂടെ നമ്മൾ പോകുമ്പോൾ അതായത് നമ്മളുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എക്കണോമിക് ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്കണോമിക് ഡെവലപ്മെന്റിൽ കൂടെ നമ്മൾ എത്രത്തോളം സൗകര്യങ്ങൾ കൊണ്ടുവരുന്നോ ആ ധനസൗകര്യങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് ബാക്കിയുള്ള പോളിസികൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പൊളിറ്റിക്കലി നമ്മള് ഇന്ത്യൻ ഗവൺമെന്റിന്റെ സ്ട്രെങ്ത് വരുന്നത് എക്കണോമിക് ഡെവലപ്മെന്റ് വരുമ്പോഴാണ്. ആ എക്കണോമിക് ഡെവലപ്മെന്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഗവൺമെന്റിന് ബാക്കിയുള്ള സയന്റിഫിക്കലായിട്ടോ അല്ലെങ്കിൽ സ്പേസ് ആയിട്ടോ അല്ലെങ്കിൽ മോഡേൺ ലെവലിലുള്ള
മോഡേൺ ബെനിഫിറ്റ്സ് ഇവരുടെ രാജ്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, നമ്മളുടെ ജനതയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ആ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് അതിനെ സോൾവ് ചെയ്താലാണ് നമ്മളുടെ രാജ്യം പുരോഗതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു തോന്നൽ ഇന്ത്യക്ക് ഉണ്ടാവും, തോന്നൽ ഇന്ത്യൻ ജനതയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ചെയ്തത് കൊണ്ടാണ് നമുക്ക് കുറച്ചെങ്കിലും ഒരു ഇന്ത്യ ഇപ്പോൾ വളരെ എക്കണോമിക്കലി ധനപരമായും ഇന്ത്യ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അപ്പോൾ നമ്മളുടെ ആൾക്കാര് നമ്മളുടെ നാട്ടിൽ നിൽക്കാനുള്ള താല്പര്യം കാണിക്കുന്നുണ്ട്, ഇവിടെ ബിസിനസ് തുടങ്ങാൻ താല്പര്യം കാണിക്കുന്നതൊക്കെ ഈ കാരണം കൊണ്ടാണ്. അതായത് ധനപരമായും പൊളിറ്റിക്സിലും അല്ലെങ്കിൽ ശാസ്ത്രമായിട്ടും ഡെവലപ്മെന്റ് ചെയ്യാൻ ഗവൺമെന്റ് സപ്പോർട്ട് കൊടുക്കണം. ഇന്ത്യൻ ഗവൺമെന്റ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, പുതിയ സ്റ്റാർട്ടപ്സിനൊക്കെ ഇന്ത്യൻ ഗവൺമെന്റ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ജനതയെ, അറിവുള്ള ജനതയെ പുറത്തേക്ക് പോവാണ്ടിരിക്കാനും ഉള്ളവര് ഇവിടെ തന്നെ നമുക്ക് ഈ ബെനിഫിറ്റിനെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാനും സഹായ സഹകരണങ്ങൾ ഗവൺമെന്റിന്റെ വിധത്തിൽ നിന്ന്, അത് ഫൈനാൻഷ്യൽ സഹായം മാത്രമല്ല, ധനപരമായി മാത്രമല്ല, എല്ലാവിധ സ്ട്രാറ്റജീസും അവർ ഉപയോഗിക്കണം. അപ്പോൾ മാത്രമേ ബിസിനസ്, ഇന്റേണൽ ബിസിനസ്, അകത്തുള്ള ബിസിനസ്സും സയൻസും ഗ്രോത്തും എക്കോണമിയും സയന്റിഫിക്കലായിട്ടുള്ള നോളജും ഇതൊക്കെ നന്നാവുള്ളൂ. ഇത് നന്നായാൽ നമ്മുടെ രാജ്യം പുരോഗതിയിൽ പോകും. നമ്മൾ ഒപ്പത്തിനൊപ്പം ബാക്കിയുള്ള ഫോറിൻ കൺട്രികളിൽ ഉള്ള വളരെ എക്സാമ്പിളായിട്ട് ഞാൻ പറയാം, നമ്മുടെ ഇൻഫോ പാർക്കും ടെക്നോ പാർക്കും ഒക്കെ ബൂമായിട്ട് വരുന്നുണ്ട്. കാരണം ഇതൊക്കെ തന്നെയാണ്. കാരണം ഇതിന്റെ നമ്മളുടെ ജ്ഞാനത്തിന് നമ്മൾ വേണ്ട വിധത്തിൽ ഇവിടെ ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മദർ കൺട്രിക്ക് ബെനിഫിറ്റ് കിട്ടണം. ആ മദർ കൺട്രിക്ക് ബെനിഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ മദർ കൺട്രി കുറച്ചുകൂടെ ഉന്നത ലെവലില് ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഒപ്പത്തിനൊപ്പം എത്താൻ പറ്റുന്നുള്ളത് മനുഷ്യന്മാർക്ക് മനസ്സിലാവണം, ആൾക്കാർക്ക് മനസ്സിലാവണം, അവർക്ക് ഇതിനുള്ള ഒരു ആകാംക്ഷയും ചെയ്യാനുള്ള താല്പര്യവും വരണം. അതേമാതിരി തന്നെ ഇതൊക്കെ 1990 ശേഷം വളരെ കാര്യമായിട്ടാണ് ഇന്ത്യ എക്കോണമി ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഇന്ത്യൻ ലീഡേഴ്സ് ഇത് മാത്രമല്ല, ഇവിടുത്തെ എക്കോണമി മാത്രമല്ല, ഫോറിൽ നിന്ന് ഉള്ള കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിൽ ചെയ്യുമ്പോൾ അതും നമ്മുടെ രാജ്യത്ത് ചെയ്തു വരുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ജോലിയില്ലായ്മ അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തിലുള്ള ദരിദ്രം മാറാനും ചാൻസസ് കുറയും. അപ്പൊ ഇങ്ങനത്തെ വേറെ രാജ്യങ്ങളിൽ നിന്ന് അവരെ കൊണ്ട് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യിക്കാനുള്ള ഒരു കാരണങ്ങൾ അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളുടെ റിലേഷൻഷിപ്പ് ഓരോരുത്തരുമായിട്ടുള്ള ഓരോ നെയ്ബർ കൺട്രിയും ഫോറിൻ ടൂറ് മിനിസ്റ്റേഴ്സ് പോകുന്നു, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ പോകുന്നു. റിലേഷൻഷിപ്പ്, പരസ്പര റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അപ്പോൾ ആ ഡെവലപ്മെന്റ് വന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വ്യത്യാസം വരും, മുഖച്ഛായ തന്നെ മാറി വരും. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്, വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും കൂടുതലായിട്ട് നമ്മുടെ രാജ്യം കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് മുന്നിലേക്ക് പോകാം എന്നുള്ള പ്രത്യാശയോടെ ഈ ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ തീരുകയാണ്. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം, ചാപ്റ്റർ 3ലേക്ക് പോവാം. ഈ 3ല് നമ്മൾ എന്തൊക്കെയാ ഉദ്ദേശിച്ചത്, എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ്, എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ്. പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നത്, ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ എയിമാണ്. നമ്മള് ഈ എയിം, ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് എയിമാണ് ഉദ്ദേശിക്കുന്നത്, ഈ എയിമില് പ്രിൻസിപ്പിൾസ് നമ്മുടെ ഗൈഡിങ് പ്രിൻസിപ്പിൾ ആയിട്ട് നോക്കുന്ന മുഴുവൻ നമ്മുടെ ഫിലോസഫിയാണ്. നമ്മളുടെ ഫിലോസഫിക്കൽ നോംസ് ആൻഡ് വാല്യൂസ് ആണ് നമ്മളുടെ റൂട്ട് ആയിട്ടുള്ളത് ഫോറിൻ പോളിസിയിൽ. അതായത് നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ വിചാരങ്ങൾ ഈ ഫോറിൻ പോളിസികളിൽ കൂടെയാണെങ്കിൽ കൂടെയും നമുക്ക് ഇന്ത്യക്ക് ഒരു പ്രത്യേകതരമായ ഒരു വിശ്വാസമുണ്ട്, ഫിലോസഫി ഉണ്ട്, ഇന്ത്യൻ ഫിലോസഫി ഉണ്ട്. ഈ ഇന്ത്യൻ ഫിലോസഫീന് വളരെ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന, വേൾഡിന്റെ യൂണിയൻ ആയിട്ടുള്ള വേൾഡിൽ നോക്കുമ്പോൾ ഇന്ത്യൻ ട്രഡീഷൻ, ഇന്ത്യയുടെ അറിവ്,
അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രപരമായിട്ട് അനുഭവിച്ചു വന്നിട്ടുള്ള അറിവുകൾ, നമ്മളുടെ രാജ്യത്തിന്റെ കൾച്ചർ, ഇതൊക്കെ ഇന്റർനാഷണൽ റിലേഷൻസിൽ വരുന്നതാണ്. കാരണം നമ്മള് ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ നമ്മൾ വളരെ റിച്ച് ബ്രെയിൻ, നമ്മളുടെ അറിവ് ജ്ഞാനം കൂടുതലായിരുന്നു. നമ്മുടെ സന്യാസിമാർ, നമ്മളെ അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ സമയത്ത് കൂടെ, അലക്സാണ്ടർ ഇവിടെ വരുന്ന സമയത്ത് കൂടെ ഇവിടുത്തെ ഋഷിവര്യന്മാരോട് സംസാരിക്കുമ്പോൾ ഫിലോസഫിക്കൽ തോട്ട്സില് പുള്ളി വരാൻ പറയുകയും, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സുകളിൽ, അവിടെ വരാൻ പറയുകയും, അപ്പോൾ അവർക്കുള്ള ജ്ഞാനം നമ്മളുടെ ചിന്തകളിൽ, ഫിലോസഫിയുടെ, ഹിന്ദു ഫിലോസഫിയിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് ഹോൾ വേൾഡിലെ ലോകത്തിന്റെ എല്ലാ രാജ്യത്തിലും ഇന്ത്യയുടെ ഫിലോസഫിനെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വികാരങ്ങളെയും വളരെ കാര്യമായിട്ട് മാനിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഇത് പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ ഒരു പ്രാവശ്യം ഈജിപ്തിൽ ചെന്ന സമയത്ത് അവിടെ ഈദിന്റെ സമയമായിരുന്നു, ചെറിയ ഈദിന്റെ സമയമായിരുന്നു. അപ്പൊ നമ്മളുടെ വസ്ത്രധാരണം, ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങുന്നതും അവിടെ ഈ ഈദിന്റെ സമയത്തുള്ള മുസൽമാന്മാര് ഉടനെ വന്നിട്ട് നമുക്ക് നമസ്തേ പറയും, നമ്മളോട് വളരെ ഭവ്യമായിട്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് വളരെ പ്രൗഡായിട്ട് തോന്നി. ഇന്ത്യൻ ഗവൺമെന്റ്, ഇന്ത്യൻ പൗരനായി ജനിച്ചതിൽ. അപ്പോ ആ ഇത്രയും വലിയ ഇതേമാതിരി തന്നെ ഞാൻ UNOയിലും ചെന്നിരുന്നു, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിലും ചെന്നപ്പോഴത്തേക്കും നമ്മളുടെ ഇന്ത്യൻ ട്രഡീഷനിൽ സാരി ഉടുത്തു നിന്നപ്പോൾ അവിടെ മാറി അത് യുണൈറ്റഡ് നേഷൻസിന്റെ ഓർഗനൈസേഷന്റെ അകത്താണ് ഞാൻ ഈ പറയുന്നത്. നമ്മളൊരു മീറ്റിങ്ങിന് പോയിരുന്നതാണ്. ഒരു മീറ്റിംഗ് കഴിഞ്ഞ് MUN കഴിഞ്ഞിട്ട് ഓരോ സാരീനെ പറ്റി ഞാൻ പ്രൊപ്പഗാൻഡ ചെയ്യല്ല, പക്ഷെ അതിൻ്റെതായ വാല്യൂ, പ്രിൻസിപ്പിൾസ് ആണ് ഞാൻ ഈ വാല്യൂ പറഞ്ഞത്. മാറി വന്ന് സാധാരണ നമുക്കൊരു ഡ്രസ് കോഡ് ഉണ്ട്. ഈ 15 ദിവസത്തെ മീറ്റിങ്ങിലും ഡ്രസ് കോഡ് മെയിൻറ്റെയിൻ ചെയ്തു. ഞാൻ ലാസ്റ്റ് ദിവസം വാലിഡിറ്റി ഫംഗ്ഷന്റെ അന്ന് ഞാൻ അവരോട് UNOയിൽ പെർമിഷൻ റിട്ടേൺ ആയിട്ട് എഴുതി ചോദിച്ചു, ഞാൻ എൻ്റെ ട്രഡീഷണൽ ഡ്രസ്സ് യൂസ് ചെയ്തോട്ടെ. അവർ പറഞ്ഞു ഓക്കെ. അത് കഴിഞ്ഞ് ഇന്ത്യൻ ഡ്രസ്സിൽ വന്നപ്പോഴാണ് എനിക്ക് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ അവർ എത്രത്തോളം മാനിക്കുന്നു എന്ന് മനസ്സിലായി. ഓരോരുത്തരും വന്ന് അടുത്ത് നിന്ന് അവർക്ക് ഫോട്ടോഗ്രാഫ്, എന്നിട്ട് അവർ ഇതിനെപ്പറ്റി വളരെ കാര്യമായിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്തു. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മളുടെ രാജ്യത്തിന്റെ വാല്യൂ പുറം രാജ്യങ്ങളിലാണ് കൂടുതൽ അറിയപ്പെടുന്നത്. ഇവിടെയാണ് ആർക്കും ഒരു വാല്യൂ ഇല്ലാണ്ട് പോകുന്നത് ഇന്ത്യൻ ഫിലോസഫിനെ പറ്റി. ഇതേമാതിരി തന്നെ നമ്മൾ പറയാറുണ്ട്, കല്യാൺ മന്ത്ര അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ സർവേ ഭവനന്തു സുഖനേ ഭവന്തു നമ്മൾ പറയുന്നത് എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കണം. നമ്മൾ അങ്ങനെയാണ് നമ്മൾ സാൻസ്ക്രിറ്റിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലായിടത്തും എല്ലാ മനുഷ്യരും സന്തോഷമായിട്ട് അവനവന്റെ കുടുംബത്തെ എല്ലാരും ഒരു കുടുംബം, ഒറ്റ കുടുംബമായിട്ട് ജീവിക്കണം. ഒറ്റ കുടുംബത്തിൽ സന്തോഷത്തോടെ ജീവിക്കണം, ഒറ്റ കുടുംബത്തിൽ ആരോഗ്യത്തോടെ ജീവിക്കണം, അതേമാതിരി ഹാപ്പിനെസ്സോടുകൂടി ജീവിക്കണം. ഇതാണ് നമ്മളുടെ പ്രിൻസിപ്പിൾ, ടോട്ടൽ പ്രിൻസിപ്പിൾ ഇന്ത്യൻ ഫിലോസഫിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ വാല്യൂ മനസ്സിലാക്കാണ്ടാണ് പലതും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ. ഇനി നമ്മളുടെ നോൺ അലൈൻമെന്റ് പോളിസിനെ പറ്റി പറഞ്ഞു. ഈ നോൺ അലൈൻമെന്റിന്റെ പോളിസിയിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഇന്ത്യയുടെ ഈ കോൺസെപ്റ്റ് ഇത് അവിടെ കൊണ്ടുവച്ചത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ പോളിസിനെ പറ്റിയും എന്തുകൊണ്ടാണ് നമ്മൾ ജോയിൻ ചെയ്യാത്തതെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. കാരണം നെഹ്റുവിന്റെ അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ എന്താണ് നോൺ അലൈൻമെന്റിന്റെ ഉദ്ദേശം, ഒരു രാജ്യത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 2 സൈഡിലുള്ള മിലിറ്ററി ബ്ലോക്സ് ആണ്. നമ്മൾ സമാധാന പ്രിയരാണ്. നമ്മൾ സമാധാനത്തിൽ കൂടിയും സത്യാഗ്രഹയിൽ കൂടിയും നമ്മൾ ഫ്രീഡം മേടിച്ചവരാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഉടനെ തന്നെ നമ്മൾ ഒരു മിലിറ്ററി ബ്ലോക്കിൽ അല്ലെങ്കിൽ ആയുധമെടുത്ത് ഫൈറ്റ് ചെയ്യുന്നവരുടെ കൂടെ ചേരുന്നതിൽ നമ്മൾക്ക് അർത്ഥമില്ല. നമ്മൾ പറയുന്നതൊന്നും ചെയ്യുന്നത് വേറൊന്നും ആയിപ്പോയില്ലേ. നമ്മളുടെ വേൾഡിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അൽപ്പിക്കുന്ന ഒന്നായിരുന്നു നമ്മളുടെ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റും അതുവഴി നമ്മളുടെ സത്യാഗ്രഹവും ഇതൊക്കെ വഴി നമ്മളുടെ സമാധാനപരമായ ഫൈറ്റിൽ കൂടെ ഒരു രാജ്യം വീണ്ടെടുക്കുക. എന്നിട്ട് അവരെ കൊണ്ട്,
അല്ലെങ്കിൽ അവർക്ക് മനസാന്തരം ഉണ്ടാക്കാൻ തക്ക വിധത്തിൽ നമ്മൾ ക്ഷമയോടെ ഇരുന്നു. അതിനെയാണ് വാല്യൂ ചെയ്യേണ്ടത്. ആ വാല്യൂനെയാണ് നമ്മൾ, അതുകൊണ്ടാണ് അതിന്റെ ബേസിൽ ആയതുകൊണ്ടാണ് നമ്മൾ ഈ മിലിറ്ററി ബ്ലോക്ക്, USSRന്റെ ആയാലും ശരി, USA ആയാലും ശരി, യൂറോപ്പിന്റെ ആയാലും ശരി, മിലിറ്ററി ബ്ലോക്കിൽ ഞങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് നെഹ്റു പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടിയെടുത്തതിന് അർത്ഥമില്ലാണ്ടായി പോകും. അത്രയും എത്ര പേരുടെ വലിയ ദാനമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. ആ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് പിന്നെയും ഒരു മിലിറ്ററി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ ഒരാളുടെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞതെല്ലാം വ്യർത്ഥമായിട്ട് പോകും, അല്ലെങ്കിൽ വേസ്റ്റ് ആയി പോകും. അതിന് പാടില്ല എന്നുള്ളതായിരുന്നു ഈ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ ലോകത്തിനോട് പറഞ്ഞത് ഇതാണ്: ഞങ്ങൾ സമാധാന പ്രിയരാണ്. ഞങ്ങൾ സമാധാനം കയ്യിൽ വെച്ചുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെയും അല്ലെങ്കിൽ നല്ല ഒരു റിലേഷൻഷിപ്പില് പോവാം. അല്ലാണ്ട് ഒരു ആയുധമെടുത്തിട്ടുള്ള വെട്ടും കുത്തും അല്ലെങ്കിൽ ഒരു യുദ്ധപ്രിയരല്ല, സമാധാന പ്രിയരാണ്. അപ്പൊ അങ്ങനെയുള്ള സമാധാനം വഴി നമ്മൾ പേടിച്ചവരാണ്. അതുകൊണ്ട് അതിലേക്കില്ല. ഈ പോളിസിയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫോറിൻ പോളിസിയിൽ വളരെ കാര്യമായിട്ട് നമ്മൾ പറഞ്ഞത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ കോൾഡ് വാർ ടൈം ആയിരുന്നു ഇന്റർനാഷണലി. ആ സമയത്ത് വളരെ കാര്യമായിട്ട് ഗൈഡിങ് പ്രിൻസിപ്പിൾ ആണ് ഇന്ത്യയുടെ നോൺ ഫോറിൻ പോളിസി എന്ന് പറഞ്ഞാൽ നോൺ അലൈൻമെന്റ് എന്നുള്ള ഗൈഡിങ് പ്രിൻസിപ്പിൾ ആണ്. ഈ പ്രിൻസിപ്പിളിനെ നിർത്തിക്കൊണ്ടാണ് നമ്മൾ എത്രത്തോളം ഇന്നും നമ്മൾ ഇതിൽ പരാമർശിച്ചു പോകുന്നത്. ഇന്നും ഇന്ത്യ സസ്റ്റെയിൻ ചെയ്തു പോകുന്നത് ഈ ഒരൊറ്റ പോളിസിയിലാണ്. നമ്മൾ അനാവശ്യമായിട്ട് ഒരു വാറും നമ്മൾ തുടങ്ങില്ല. നമ്മൾ ന്യൂക്ലിയർ പവറിൽ പോയിട്ട് കൂടെ. ഇനി പഞ്ചശീലം എന്ത് വെച്ചാൽ എന്താണ്? നമ്മൾ ഈ പഞ്ചശീലം എന്നുള്ള ഒരു പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നിരുന്നു. പഞ്ചശീലത്തിൽ പറഞ്ഞത് 5 പ്രിൻസിപ്പിളാണ്. പീസ്ഫുൾ ആയിട്ടുള്ള കോ എക്സിസ്റ്റൻസ്, നമ്മളും ജീവിക്കുക, അടുത്തവരും ജീവിക്കാൻ സമ്മതിക്കുക. ഈ 5 പ്രിൻസിപ്പിൾസിൽ ചൈനയുടെ കാര്യത്തിലും ഇന്ത്യ സൈൻ ചെയ്യുന്നുണ്ട് ട്രീറ്റി അല്ലെങ്കിൽ സമാധാന. ഈ 5 പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒരാളുടെ റെസ്പെക്ട് ചെയ്യുക, അവരുടെ സോവറിനിറ്റിനെയും അവരുടെ രാജ്യത്തിന്റെ അതിർത്തിയിലും റെസ്പെക്ട് ചെയ്യുക, ഒരാളെയും കയറി അവരുടെ കൺട്രികളിൽ കയറി അഗ്രഷൻ ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഇന്റേണൽ അഫയേഴ്സിൽ തലയിടാണ്ടിരിക്കുക, മ്യൂച്വൽ ആയിട്ടുള്ള എല്ലാ ബെനിഫിറ്റും പരസ്പരം ഇക്വാളിറ്റി, വളരെ ഈക്വൽ ആയിട്ട് എല്ലാരെയും സമാധാനപരമായിട്ടും മ്യൂച്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലായിട്ട് സഹായിക്കാൻ സമാധാനത്തോടെ ജീവിക്കുക. ഇതാണ് നമ്മൾ പഞ്ചശീലില് ഈ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് വഴിയും പഞ്ചശീൽ വഴിയും നമ്മൾ ലോകത്തിന് കൊടുത്ത ആദർശം. ഇത് കൂടാണ്ട് കൊളോണിയലിസം വേണ്ട, ഇമ്പീരിയലിസം വേണ്ട, അപ്പാർത്തൈഡ് വേണ്ട. അപ്പാർത്തൈഡ് എന്ന് വെച്ചാൽ എന്താ? കളറിന്റെ ബേസിൽ അല്ലെങ്കിൽ തൊലിയുടെ ബേസിൽ വ്യത്യാസം വരാൻ പാടില്ല. കറുത്തവനും വെളുത്തവനും അല്ലെങ്കിൽ ബ്രൗണ്, അതാണ് അപ്പാർത്തൈഡ് എന്ന് പറയാം. ഇമ്പീരിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഒരു ഗവൺമെന്റിന്റെ റൂൾസ് വേറൊരു കൺട്രിയിൽ അടിച്ചമർത്തുക, അതാണ് ഇമ്പീരിയലിസം. കൊളോണിയലിസം എന്ന് വെച്ചാൽ വേറൊരു രാജ്യത്തിനെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് കൊളോണിയലിസം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഇതേമാതിരി ഈ നേരത്തെ പറഞ്ഞ കൺട്രികളിലൊക്കെ, ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നു കോളനീസ്, ബ്രിട്ടീഷിന്റെ കോളനി ഉണ്ടായിരുന്നു, ലാറ്റിൻ അമേരിക്കയിലുണ്ടായിരുന്നു, ഏഷ്യയിലുണ്ടായിരുന്നു. അപ്പോ അവിടെ ഈ ക്രൈം എന്ന് പറയുമ്പോൾ നമ്മൾ അടിച്ചമർത്തപ്പെടുകയാണ്. അത് പാടില്ല എന്നാണ് ഇതിന്റെ നമ്മളുടെ പ്രിൻസിപ്പിൾ. ഫസ്റ്റ് ഫോറിൻ പോളിസി പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ പറയുന്നത്, ഒരു കാരണവശാലും ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ പാടില്ല, മനുഷ്യരാശിനെ ഉപദ്രവിക്കുക, ടോർച്ചർ ചെയ്യാൻ പാടില്ല. മൂന്നാമത്തത് നമ്മൾ പറയുന്നത്, ഇന്ത്യയിൽ നിന്നുള്ള ധനം അവര് വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്നു പല വിധത്തിലും. എങ്ങനെ? അഗ്രികൾച്ചർ ഡിസ്ട്രോയ് ചെയ്തു, അതിന് ഭക്ഷ്യങ്ങൾക്ക് പകരം കോട്ടനും ഡൈ ആയി വേണ്ടിയിട്ട് ഇൻഡിഗോ ചെയ്തു, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്തു, അതിന്റെ ബിസിനസിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്തു. നമ്മളുടെ ഹാൻഡിക്രാഫ്റ്റിന് പകരം മെഷീൻ ക്രാഫ്റ്റ്സ് കൊണ്ടുവന്നു. അതേമാതിരി തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിലും ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പിലും കൊണ്ടുവന്നു. ഇതൊക്കെ വന്നപ്പോൾ അവസാനം വന്നത് എന്തായിരുന്നു? ദാരിദ്ര്യം.
അതേമാതിരി ഇഗ്നറൻസ്. അപ്പൊ ഇതൊക്കെ പാടില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒപ്പീനിയൻ. ഇന്ത്യ ഇതിനെല്ലാം ഇത് മാത്രം സ്വയം അനുഭവിക്കുക മാത്രമല്ല, ഇതിനെ ഒപ്പോസ് ചെയ്യുക മാത്രമല്ല, ഏതേത് രാജ്യങ്ങളിൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടോ അവരുടെ ഒപ്പം അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും അവരുടെ ഫ്രീഡം അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഇന്ത്യ എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഏതൊക്കെ വിധത്തിലാണ് സെറ്റിൽമെന്റ്, ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട്സ്, ഫസ്റ്റ് വേൾഡ് വാർ ടൈമിൽ ഈ അഗ്രസീവ് ആയിട്ടുള്ള അനക്സേഷൻ അല്ലെങ്കിൽ വളരെ രാജ്യങ്ങൾ പിടിച്ചടക്കുക, വഴക്കുണ്ടാക്കുക, ഇതൊക്കെ യൂറോപ്യൻ ഇമ്പീരിയൽ പവേഴ്സിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ ആണ്. അതിനെ നമ്മൾ എന്ത് വിധത്തിലാണ് ഫേസ് ചെയ്തത്? സത്യാഗ്രഹവും അഹിംസയും. അതിനെ നമ്മൾ വളരെ വളരെ ആ കാലഘട്ടത്തിൽ പേപ്പേഴ്സിലൊക്കെ, യൂറോപ്യൻ പേപ്പേഴ്സിലൊക്കെ വളരെ ഇതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ ജയിക്കാൻ, അതായത് ഒരു ഇമ്പീരിയലിസ്റ്റ് പവറെ നമ്മൾ ചെയ്ത് അവർക്ക് നാണം കെട്ടു പോകുന്ന വിധത്തിൽ, അവരുടെ മാനസാന്തരം ഉണ്ടാകുന്ന വിധത്തോളം ഇന്ത്യ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അത്രത്തോളം പീസ് ബിൽഡിംഗ് ആണ്. മനുഷ്യരാശിക്ക് സമാധാനം വഴി എല്ലാം നടത്താൻ പറ്റും എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ് ഇന്ത്യൻ ഫ്രീഡം കിട്ടുന്നത്. ഇനി ഇത് നമ്മൾ വിശ്വസിച്ചു, UN ചാർട്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബിലീഫൊക്കെ നമ്മൾ UN ചാർട്ടറിൽ കൊണ്ടുവരാനായിട്ട് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഈ ചാർട്ടർ, അതായത് യുണൈറ്റഡ് നേഷൻസിന്റെ ചാർട്ടർ ഉണ്ടാക്കുന്ന സമയത്ത് അവർ ചെയ്തത് ഇന്ത്യയുടെ ട്രഡീഷണൽ കമ്മിറ്റ്മെന്റ്, ഇന്റർനാഷണൽ പീസിനെ അവർ അക്സെപ്റ്റ് ചെയ്തു, സെക്യൂരിറ്റി അക്സെപ്റ്റ് ചെയ്തു. അതേമാതിരി തന്നെ എല്ലാവിധ ഒബ്സർവേഷൻസും UN എല്ലാ ഐഡിയൽസ്, ഓർഗനൈസേഷൻസ്, എല്ലാവിധ ഫങ്ഷൻസ്, UN ഏജൻസീസ് നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് തരുന്നു എന്നുള്ളതാണ് അർത്ഥം. അതുകൊണ്ടാണ് ഈവൻ 2nd of October ഇസ് ട്രീറ്റഡ് ആസ് എ പീസ്ഫുൾ ഡേ ഫോർ ഇന്ത്യൻ. ഇപ്പൊ നമ്മൾ വളരെ റീസെന്റ് ആയിട്ട് യോഗ ഇന്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുവരുന്നതും UN ചാർട്ടറിൽ കൊണ്ടുവരികയും ചെയ്തത് നമ്മൾക്ക് തന്നിട്ടുള്ള പ്രാധാന്യമാണ്. ഇനി ഇക്വിറ്റബിൾ ആൻഡ് ഇക്വാലിയർ ഇന്റർനാഷണൽ ഓർഡറിൽ എങ്ങനെ കൊണ്ടുവരണം? ഇന്ത്യ മറ്റുള്ള കൺട്രികൾക്ക് കൊടുക്കുന്ന അതേ റെസ്പെക്ട്, അതേ ഒരു വ്യത്യാസമില്ലാണ്ടാണ് നമ്മൾ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്നത്. ആ ഈക്വൽ ആയിട്ടുള്ള റെസ്പെക്ട് ഇന്റർനാഷണൽ ലെവലില് കൊടുത്തിട്ട് അതിന് 2 ബേസിക്കിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, റീഫോംസ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇന്റർനാഷണൽ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ റെപ്രസെന്റേഷൻ കൊടുത്ത് ഇന്ത്യ ആഫ്രിക്കയിലും ചെയ്തിട്ടുണ്ട്. ഇക്വാലിറ്റി, ഈക്വലായിട്ട്. രണ്ടാമതായിട്ട് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇന്റർനാഷണൽ ലെവലില് ഒരു ഇന്റർനാഷണൽ ഇക്കോണമിക് ഓർഡർ കൊണ്ടുവച്ചു. അതിൽ ഈ ഇക്കോണമിക് ഓർഡറിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും ഏഷ്യയും ആഫ്രിക്കയുമാണ് ഏറ്റവും കൂടുതൽ എന്താ പറയാ അനുഭവിച്ചവര്. ഏഷ്യൻ കൺട്രികളും ആഫ്രിക്കൻ കൺട്രിയാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് ഈ പ്രശ്നങ്ങൾ. അപ്പോൾ ആ ലെവലിലേക്ക് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആയിട്ട് മനുഷ്യരാശിനെ വളരെ ഉപദ്രവിച്ചിട്ടുള്ളതാണ് ഏഷ്യൻ ആഫ്രിക്കയിൽ നിന്ന് മനുഷ്യന്മാരെ ചങ്ങലയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു സ്ലേവ് ട്രേഡ്, ഭയങ്കര മോശമായ സ്ലേവ് ട്രേഡ് നടന്നിരുന്നു. അപ്പോൾ അതൊക്കെ മനുഷ്യനായിട്ട് ട്രീറ്റ് ചെയ്യാൻ പഠിക്കണം എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദ്ദേശമാണ് അതുവഴി നമ്മൾ ഇതിനെ ഒപ്പോസ് ചെയ്ത് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യാന്തര തലത്തിൽ ഇതിനെപ്പറ്റി എടുത്തു പറയുകയും അതിന് വേണ്ട നിർത്താനുള്ള എഫേർട്ട് എടുക്കുകയും ചെയ്തത് ഇന്ത്യയുടെ ഒരു കഴിവുക തന്നെയാണ്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ 1970 ഒരു ഡെവലപ്മെന്റ് എന്നുള്ള ലെവലില് മനുഷ്യരെയും മനുഷ്യരാശിയെയും ആ രാജ്യത്തിനെയും ഡെവലപ്പ് ചെയ്യാന്നുള്ള ലെവലിലേക്കാണ് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നാലല്ലേ ഇതിന് ഒരു പ്രാധാന്യം കിട്ടുള്ളൂ. മനുഷ്യനായിട്ട് ജീവിച്ചാൽ മാത്രമേ അത് എക്കണോമിക്കലായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ കഴിവുകളുടെ പ്രദർശനമായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ പഠിപ്പിന്റെ പ്രദർശനമായിക്കോട്ടെ, ഇതിനെയൊക്കെ ഒരു ലെവലിലേക്ക് കൊണ്ടുവരണം. ഇക്വാളിറ്റി കൊണ്ടുവരണം. ഇക്വാളിറ്റി എന്ന് വെച്ചാൽ ഒരു എല്ലായ്മ അല്ലെങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് വന്നവനായാലും ശരി, അവന് കിട്ടേണ്ടതായിട്ടുള്ള ധർമ്മങ്ങൾ, അവന് കിട്ടേണ്ടതായിട്ടുള്ള റൈറ്റ്സ്, അവന് കിട്ടേണ്ടതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ, അവന്റെ കഴിവിനെ അപ്രീസിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ കഴിവിനെ മാനിക്കുക, അവരുടെ കഴിവിനെ നമ്മൾ പ്രശംസിക്കുക, ഇതൊക്കെ ഇന്റർനാഷണൽ ലെവലിൽ കൊണ്ടുവരണമെങ്കിൽ അത്രത്തോളം ആ
ആ പോളിസികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യത്തിനെ ഇത് പറ്റുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പറയുമായിരിക്കും, പക്ഷെ ഇന്ത്യൻ ഗവൺമെന്റ് വളരെ വളരെ അണ്ടർ ഡെവലപ്പ് ആയിട്ടുള്ള കൺട്രികളെ, അതായത് പുരോഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കൺട്രികളെ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺട്രികളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. നമ്മൾ എല്ലാവിധ സപ്പോർട്ട് നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട്. ഈ സപ്പോർട്ടിന്റെ മോറൽ സപ്പോർട്ട്, ഫിസിക്കൽ സപ്പോർട്ട്, മെറ്റീരിയൽ സപ്പോർട്ട്, ഒരു പ്രശ്നം വന്നു അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണലി ഒരു ഡിസാസ്റ്റർ വന്നു, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ലേ ആൾക്കാരെ? അപ്പൊ ആ ഒരു തോന്നല്, മനുഷ്യനെ സഹായിക്കണം എന്നുള്ള ഒരു തോന്നൽ കൂടുതൽ കാണപ്പെടുന്നത് ഇന്ത്യൻ ഗവൺമെന്റിലും ഇന്ത്യൻ രാശിയിലുമാണ്. കാരണം ഇവിടത്തെ ധർമ്മം അതാണ്. അതിഥി ദേവോ ഭവ എന്നാണ് പറയാ. അതിഥി ദേവോ ഭവ എന്ന് വെച്ചാൽ അതിഥിനെ ദൈവത്തിന് തുല്യം കാണണമെന്നാണ് നമ്മുടെ ഇന്ത്യൻ സാംസ്കൃതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിഥിയായിട്ട് വന്നവരാണ് നമ്മളെ അടിമകളാക്കി മാറ്റിയത്. അപ്പോൾ ആ വ്യത്യാസം അതാണ്. ഒരു സഹായ സഹകരണം കിട്ടിയ സ്ഥലത്ത് അവരെ നമ്മൾ അടിച്ചമർത്തുകയും അവരുടെ രാജ്യത്തിനെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരികയും ചെയ്തവരാണ് പുറത്തു നിന്ന് വന്നവര്. അപ്പൊ ഇന്ത്യക്കുള്ള ഈ ഫിലോസഫിക്കൽ തോട്ടാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. ഈ ഫിലോസഫി എല്ലാവരും എവിടെ നിന്നാ കിട്ടുന്നത്? ഹിന്ദു മതത്തിൽ നിന്നാണ്. അത് ഹിന്ദു മതത്തിൽ നിന്ന് വന്ന ഡെവലപ്മെന്റ് ആണ്. മതം പതുക്കെ മാറിയിട്ട് ജൈനമതവും ബുദ്ധമതവും എല്ലാം ഉണ്ടെങ്കിൽ കൂടിയും ഇതിന്റെയൊക്കെ ഫണ്ടമെന്റൽ ബേസിക് ആയിട്ട് വരുന്നത്, നെടുംതൂണായിട്ട് വരുന്നത് ഈ നമ്മളുടെ ഇന്ത്യൻ റൂൾസ് ആണ്, അല്ലെങ്കിൽ ഹിന്ദുയിസമാണ്. ആ ഹിന്ദുയിസം ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും കുറച്ചെങ്കിലും ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മൾ കട്ട് ത്രോട്ട് ബിസിനസ്സുകാരായി പോവും, അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ തന്നെ ഒരു എന്താ പറയാ, ഒരു നശീകരണം ഉണ്ടാവും. അലക്സാണ്ടർ വന്നിട്ട് അലക്സാണ്ടറിന്റെ മനസ്സിനെ പിടിച്ചടക്കുമ്പോൾ, വേൾഡ് മുഴുവൻ പിടിച്ചടക്കുമ്പോൾ ആ മനസ്സിൽ എന്തുണ്ടായി? അവസാനം പോകുമ്പോ അലക്സാണ്ടർ പറയുന്നുണ്ട്, എന്റെ ഫ്യൂണറിൽ കൊണ്ടുപോകുമ്പോ എന്റെ കൈ രണ്ടും പുറത്തിടർന്ന് പറയുന്നുണ്ട്. കാരണം ഇത് ഹിന്ദു മതത്തിൽ നിന്ന് കിട്ടിയ ഒരു ജ്ഞാനമാണ്. ആ ഞാൻ മരിച്ചു പോകുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുപോകുന്നില്ല, നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നു അതാണ് മുഖ്യം എന്നുള്ളതുകൊണ്ട് ആ ഹിന്ദു ഫിലോസഫീന്റെ കണ്ടിന്യൂഷനും അതിൽ മാനസാന്തരപ്പെടുകയും ചെയ്തിട്ടുണ്ട് അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അല്ലെങ്കിൽ ആ ഒരു സെന്റൻസ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൈ പുറത്തിട്ടിരിക്കണം, എല്ലാവർക്കും കാണട്ടെ, ഇത്രയും വലിയ ഗ്രേറ്റ് വാരിയർ ആണ്, വേൾഡ് മുഴുവൻ പിടിച്ചടക്കിയ ആളാണ്, പക്ഷെ പോകുമ്പോൾ മരണം കഴിഞ്ഞ് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. അപ്പൊ എത്ര ഹൈ തിങ്കിങ് ആണ് അതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് ഓക്കെ, അല്ലാത്തവർക്ക് നമുക്കൊന്നും ചെയ്തു കൊടുക്കാനും പറ്റില്ല, പറഞ്ഞ് നിർബന്ധിക്കാനും പറ്റില്ല. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് വേൾഡ് പീസ്. ഇതില് വിശ്വാസം ഏതിലാണ്? വേൾഡ് പീസ്, സുഖമേ ഈ ലോകം മുഴുവൻ, അതാണ് നമ്മൾ പറയാറുണ്ട്, ലോകം മുഴുവൻ സുഖം പകരാനായി ദീപം പൊളിത്തൊളിക്കാനായിട്ട്. കാരണം ഈ പീസ് സെറ്റിൽമെന്റ് എല്ലാ മനുഷ്യരും, അതിപ്പോ യുക്രൈൻ ആയാലും ശരി, ഇന്ത്യ ആയാലും ശരി, ശ്രീലങ്ക ആയാലും ശരി, എന്തൊരു പ്രശ്നങ്ങളാ കാണുന്നത്? മനുഷ്യ രാശിന്റെ നശീകരണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എപ്പോഴും ഇതിനെപ്പറ്റി വയലന്റ് ആയിട്ട് ആക്ഷനെ പറ്റി എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇന്ത്യ സംസാരിച്ചിട്ടുള്ളതും. ഇന്ത്യയുടെ ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസം വേൾഡ് പീസിലാണ്, അല്ലെങ്കിൽ ലോകമേ തറവാട് എന്നാ പറയാ. ആ ലോകത്തിൽ തറവാട്ടിൽ എല്ലാവരും സമാധാനത്തോടെ ജീവിക്കണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതും. അതുകൊണ്ടാണ് സുഖമല്ലോ ഭുവനോ വസന്തു എന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ടാണ്. എല്ലാവരും നമ്മളുടെ ലോകത്തിലുള്ള എല്ലാവരും നമ്മളുടെ ബന്ധുക്കളാണ്. ഈ എല്ലാ ബന്ധുക്കളും സന്തോഷത്തോടെ ജീവിക്കണം, എല്ലാ ബന്ധുക്കൾക്കും സുഖമായിട്ട് ജീവിക്കണം, എല്ലാ ബന്ധുക്കളും അസുഖമില്ലാണ്ട് ജീവിക്കണം, അത് സന്തോഷത്തോടെ ജീവിക്കണം. അപ്പൊ എത്രത്തോളം വാല്യുബിൾ ആണ്, അല്ലെങ്കിൽ എത്രത്തോളം ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇന്ത്യ എന്നുള്ളത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. ഇത് കൂടാണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് പോയാലും ശരി, ഇന്ത്യൻ ഫോറിൻ പോളിസി ഇതേമാതിരി തന്നെ വേൾഡിന് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഈ ബൈലാറ്ററൽ ഫ്രെയിം വർക്ക് എന്ന് പറയുമ്പോൾ, ബൈ എന്ന് വെച്ചാൽ ടു, ലാറ്ററൽ ഫ്രെയിം വർക്ക്, ഇന്ത്യയും അടുത്ത രാജ്യങ്ങളും തമ്മിലുള്ള കാര്യങ്ങൾ,
ബൈലാറ്ററൽ ഫ്രെയിംവർക്ക് കൂടെ എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളും തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ആദ്യത്തേത് നമ്മൾ പറയുന്നത്, ഒരു രണ്ട് പാർട്ടികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അവ ഇരുന്ന് സംസാരിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള വിദ്വേഷത്തിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ കൊണ്ടുവരണം എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റിൽ കാലക്രമേണ ആ പരസ്പരം വിദ്വേഷം, മനസ്സിലുള്ള വിദ്വേഷം കുറഞ്ഞു വരുമ്പോൾ അവിടെ നമുക്ക് ഒരു സമാധാനം കൊണ്ടുവരികയും എല്ലാവരും ജീവിക്കുക, ഞാനും ജീവിക്കുക, അടുത്തുള്ളവരും ജീവിക്കുക, അല്ലെങ്കിൽ സ്വന്തം കൂടെ ഉള്ളവരും ജീവിക്കുക. ഈ പോയിന്റിനെയാണ് നമ്മൾ എത്രത്തോളം പല വിധത്തിലുള്ള ഡിസ്പ്യൂട്ട്സ് നമ്മൾ തീർക്കാൻ ഈ ബൈലാറ്ററൽ ഫ്രെയിംവർക്കിൽ കൂടെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എത്രത്തോളം നമുക്കത് വരുന്നുണ്ടെന്ന് പ്രാക്ടിക്കലായിട്ട് അക്സെപ്റ്റ് ചെയ്യണമല്ലോ. അക്സെപ്റ്റ് ചെയ്യണം. അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അതിനെ ആക്ഷനിലേക്ക് കൊണ്ടുവരണം, പ്രവൃത്തിയിൽ കൊണ്ടുവരണം. കൊണ്ട് പറയണ മാതിരിയല്ല, പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോൾ ആ പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് അതിനെ കൊണ്ടുവന്ന് ഒരു ദിവസം ചെയ്തു, രണ്ടാം ദിവസം വാളെടുക്കല്ല വേണ്ടത്. അതിനെ കണ്ടിന്യൂസ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ ഇതൊക്കെ വളരെ പ്രാധാന്യം അർപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ കുട്ടികളായാലും ശരി, ഫ്യൂച്ചർ സിറ്റിസൺസ് ആയാലും ശരി, ഇതിനെപ്പറ്റി വളരെ ഡീപ്പായിട്ട് ആലോചിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഡിസാർമമെന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ വിധത്തിലുള്ള സമാധാനമായിട്ട് പോവാം. ഡിസാർമമെന്റ് എന്ന് വെച്ചാൽ ആയുധങ്ങൾ നിരായുധം ആക്കുക, എല്ലാ വിധത്തിലുള്ള ആയുധങ്ങളും നിർത്തലാക്കണം. എന്ത് വിധത്തിലും മാസ് ഡിസ്ട്രക്ഷൻ, അതിപ്പോ ഇറാഖ് ടൈമിൽ ഉണ്ടായിരുന്നു മാസ് ആയിട്ടുള്ള ക്ലസ്റ്റർ ബോംബ്സ് എന്നുള്ള കാര്യം, കെമിക്കൽ വെപ്പൺസ് ഉണ്ടാക്കുന്നത്, കെമിക്കലി വെപ്പൺസ് ഉണ്ടാക്കി. ഈവൻ ഈ നമുക്ക് അറിയുന്നില്ല എങ്കിൽ കൂടെയും, എനിക്ക് അറിയാവുന്ന എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല, കെമിക്കൽ വെപ്പൺസ് അല്ലെങ്കിൽ കെമിക്കൽ ബയോളജിക്കൽ യൂസസ് വരുമ്പോൾ ഈവൻ ഈ പറഞ്ഞ COVID-19 മാൻമെയ്ഡ് ഒരു ഡിസാസ്റ്റർ ആണോ എന്നൊരു സംശയമുണ്ട്. കാരണം സയന്റിസ്റ്റ് ഒരു രാജ്യത്തിന്റെ ജനതയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ രാജ്യം നശിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. എല്ലാവിധ ആയുധങ്ങളും നിർത്തലാക്കണം, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതിനെ പറ്റിയും സയന്റിസ്റ്റുമാർ പറയുന്നുണ്ട്, ഇന്ത്യ എടുത്തു പറയുന്നുണ്ട്. ഇന്ത്യ ഇതിനെ മാത്രമല്ല, ഹൈഡ്രജൻ ബോംബിനെ പറ്റിയും പറയുന്നുണ്ട്, ന്യൂക്ലിയർ ബോംബ്സിനെ പറ്റി പറയുന്നുണ്ട്, ഇന്റർ കോണ്ടിനെന്റൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറയുന്നുണ്ട്, പൈലിംഗ് അപ്പ് ഓഫ് ഇതൊക്കെ കൂടുതലായിട്ട് ശേഖരിച്ചു വെക്കുക, അല്ലെങ്കിൽ കൂടുതലായിട്ട് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള പരിണാമം നിൽക്കുക, ഇതൊക്കെ തെറ്റാണെന്നാണ് ഇന്ത്യയുടെ അഭിപ്രായം. ഇനി ഫോറിൻ പോളിസികളിൽ, ഒബ്ജക്റ്റീവ്സിലെ ഫോറിൻ പോളിസികളിൽ കൂടെ നമ്മൾ എത്രത്തോളം പ്രൊമോഷൻസ് കൊണ്ടുവരുന്നു, നാഷണൽ ഇൻട്രസ്റ്റിന്റെ എത്രത്തോളം കൊണ്ടുവരുന്നു, ഇതേമാതിരി തന്നെ നമ്മളുടെ രാജ്യത്തിന് എത്രത്തോളം കിട്ടുന്നു, ഇതൊക്കെ നമ്മൾ നോക്കണം. വെറുതെ പ്രോഗ്രാംസ് പോളിസി എഴുതി ഉണ്ടാക്കിയാൽ പോരാ. ഡിഫൻസ്, നമ്മളുടെ ആൾക്കാരുടെ ഡിഫൻസ്, അതേമാതിരി തന്നെ അവർക്ക് വേണ്ട ബൈലാറ്ററൽ സെക്യൂരിറ്റീസ് കൊടുക്കുക, മ്യൂച്വൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്സ് കൊടുക്കുക. അപ്പൊ ഈ പ്രിസൈസ് എന്താ പറയുമ്പോൾ നമ്മൾ ഗവൺമെന്റ് എത്രത്തോളം ഇത് നടപ്പിലാക്കുന്നു എന്നുള്ളത് നമ്മൾ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ആർമീന്റെ ഡിസിഷൻസ്, ഇൻഡിപെൻഡന്റ് ആയിട്ട് ആർമിക്കുള്ള ഡിസിഷൻസ് കൊടുക്കണം. അവര് നമ്മുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ നോൺ അലൈൻമെന്റ് എത്രത്തോളം പ്രാക്ടിക്കൽ ആക്കുന്നു, എത്രത്തോളം ഗ്ലോബൽ ആയിട്ട് കൊണ്ടുവരുന്നു, എത്രത്തോളം സെക്യൂരിറ്റി കൊടുക്കുന്നു, ഡിസിഷൻ കൊടുക്കാനുള്ളതും പവർ കൊടുക്കണം. അതാണ് ഈ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ പറയുന്നത്. ഇന്ത്യയുടെ ഡിസിഷൻ മേക്കിങ്ങിൽ വർക്ക് ചെയ്ത് ഒരു കാരണവശാലും അടുത്ത രാജ്യങ്ങളെയും ആഫ്രിക്കനെയും അതേമാതിരി ഏഷ്യൻ കൺട്രികൾക്കും പ്രശ്നങ്ങൾ ഇല്ലാത്ത തരത്തിൽ വേൾഡിനെ ഡെവലപ്പ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. ഇനി എക്കണോമിക് ഡ്രൈവേഴ്സിൽ വരുമ്പോഴത്തേക്കും എല്ലാ വിധത്തിലുമുള്ള ഫോറിൻ പോളിസികൾ മണി മേക്കിങ്ങിലോ അല്ലെ ബിസിനസ്സിലോ ക്യാപിറ്റൽ ഉണ്ടാക്കാനും ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരിക്കാനും ഫാർ സൈറ്റ് ആയിട്ടുള്ള ഉപയോഗങ്ങൾ അത് ചെയ്തു കൊടുക്കാൻ ഈ ഡ്രൈവിംഗ് പോളിസികളിൽ നമ്മൾ ഏഷ്യൻ പോളിസികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതിൽ തന്നെ ഈ ഫുഡ് പ്രൊഡക്ഷൻ ആയാലും ശരി, ഇതേമാതിരി തന്നെ ഈ ഏഷ്യൻ റിലേഷൻഷിപ്പ്, ഈസ്റ്റ് ഏഷ്യ പോളിസി ഉണ്ട്, ആഫ്രിക്കൻ കൺട്രികളായിട്ടുള്ള റിലേഷൻഷിപ്പ് സൈൻ ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് മൾട്ടിലാറ്ററൽ ഫ്രെയിംവർക്ക്, ഇക്കണോമിക് കോപ്പറേഷൻ, എത്രത്തോളം ധനപരമായിട്ട് കോപ്പറേഷൻ മറ്റുള്ളവർക്ക് കൊടുത്ത്
കൈകൊടുത്ത കൺട്രികളിലെ കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇനി ഗ്ലോബൽ കൗണ്ടർ ടെററിസത്തിന്റെ കാര്യമാണ് നമ്മൾ നേരത്തെയും പറഞ്ഞത്. ടെററിസം വന്നു കഴിഞ്ഞാൽ ആ രാജ്യങ്ങൾ സ്വന്തം രാജ്യം മാത്രമല്ല അടുത്ത രാജ്യം നശിപ്പിക്കും. അത് മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിലുള്ള പീസും പോകും. അപ്പൊ ഇതിനൊക്കെ ഇന്ത്യയുടെ മെയിൻ ഉദ്ദേശം ഗ്ലോബൽ ആയിട്ടുള്ള എല്ലാവർക്കും നല്ല വിധത്തിൽ ജീവിക്കാൻ സാധിക്കുക. ഇതിന് 3 പോളിസികളാണ് ഇന്ത്യ കൊണ്ടുവന്നത്. ഹ്യൂമാനിറ്റേറിയൻ ലെവലില് ടെററിസം നിർത്തണം. അത് നല്ല ടെററിസം ആയാലും ചീത്ത ടെററിസം ആയാലും ഒരു കാരണവശാലും കമ്മ്യൂണിറ്റി ബേസിസിൽ ഇത് കൊണ്ടുവരാൻ പാടില്ല, ഗ്ലോബൽ ആക്കാൻ പാടില്ല, അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇതിന് വേണ്ട ഫ്രെയിംവർക്ക് ആരാകണോ ഇതിന് സഹായിക്കുന്നത് അവർക്ക് വേണ്ട വിധത്തിൽ ഓപ്ഷൻസ് എടുക്കുക. അതിനെ നിർത്താനായിട്ട് UN കൂടിയും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ഗ്ലോബൽ ചാർട്ടറിൽ നമ്മൾ കൊണ്ടുവരിക്കുന്നുണ്ട്. ഇക്വിറ്റബിൾ ആയിട്ട് തന്നെ ഫോറിൻ പ്രൊട്ടക്ഷനും. നന്ദി, നമസ്കാരം.